Hello, human. It's me, Octopus. Welcome to my world. മാർക്കോ മാർക്കോ എന്ന സിനിമയുടെ റിവ്യൂ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മാർക്കോ എന്നത് മോസ്റ്റ് വയലൻസ് ഓഫ് ഇന്ത്യൻ ഫിലിം എന്നുള്ള പശ്ചാത്തലത്തിൽ വന്നത് ക്ലിയർലി അതിനുള്ള ഹൈപ്പിന് മുകളിൽ തന്നിട്ടുള്ള ഒരു സിനിമയാണ്. മാർക്കോ എന്ന സിനിമ 100 കോടി അടുപ്പിച്ചെത്തിയപ്പോഴത്തേക്കും പക്ഷേ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. മാർക്കോ എന്ന സിനിമയ്ക്ക് ഉണ്ണി മുകുന്ദൻ BJP-കാരനായതുകൊണ്ട് അല്ലെങ്കിൽ ആവുന്നത് കൊണ്ടെന്ന് പറയുന്നത് കൊണ്ടാവാം ഈ സിനിമ ഞാൻ വിചാരിച്ചത് 100% അത് പൊട്ടിച്ച് കളയുമെന്നാണ്. പക്ഷെ അത് ഫസ്റ്റ് ഡേ തന്നെ കണ്ട യങ് ജനറേഷനും റിയൽ സിനിമാ പ്രേമികൾ ആയതുകൊണ്ടും ആ സിനിമ ഇത്രയും കത്തിക്കയറിയത്. പക്ഷേ എന്നിട്ടും പ്രമുഖന്മാരുടെ കടി തീരുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം. ഇതിലെ അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം. വല്ലാത്തൊരു തരം കടിയായിപ്പോയി. ഇതിനെ നമുക്ക് ഇതുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ സുരാജിന്റെ അതും ജാഫറിന്റെ ഇതുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഇത് വെറുതെ പ്രത്യേക തരം കടിയായിട്ട് തോന്നും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സിനിമ 100 കോടി അടിച്ച് കയറാൻ പോവുകയാണ്. ഇന്ന് ഏകദേശം 100 കോടി ആയി കാണും. സിനിമ നല്ലതാണ്, സിനിമയുടെ മോശം പറയില്ല. പക്ഷേ ഹൈപ്പ് ഓവറായിട്ട് കൊടുത്തിട്ടും അത് കയറാത്തൊരു പ്രത്യേകതര സിനിമയുണ്ട്, റൈഫിൾ ക്ലബ്ബ്. പക്ഷെ അതിനെ പ്രമുഖന്മാരെല്ലാം കൂടെ തള്ളി കുത്തി കയറ്റി റിവ്യൂസ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. എബോ ആവറേജ് ഒരു ഫിലിമിനെ എങ്ങനെയെങ്കിലും ഹൈപ്പ് കൂട്ടി ചാനലുകളിൽ ഓരോന്ന് കൂട്ടി സിനിമയെ പൊക്കി കയറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ സിനിമ എബോ ആവറേജ് ആണ്. ആവറേജ് ആയിരുന്ന സിനിമയെ ഹനുമാൻ കൈൻഡും അനുരാഗ് കശ്യപും വന്നിട്ട് അത് എബോ ആവറേജ് ആക്കിയിട്ടുണ്ട്. അവർ രണ്ടും ഇല്ലെങ്കിൽ ഈ സിനിമ വെറും തീട്ട സിനിമയാണ്. സാധാരണ നമ്മൾ കണ്ടു മറന്നിട്ടുള്ള ഒരുപാട് സിനിമകളുടെ ഭാഗങ്ങൾ കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രത്യേകതരം ആവറേജ് ഫിലിം. അതിന് ഈ രണ്ട് വ്യക്തികളില്ലെങ്കിൽ വെറും തീട്ടമാണ് ആ സിനിമ.